അങ്ങനെ നമ്മൾ മൂകാംബി അമ്പലത്തിൽ നിന്ന് തിരിച്ച് റൂമിലൊക്കെ എത്തി. അവിടെ നിന്ന് ഫ്രഷപ്പ് ആയതിന് ശേഷം എന്താ ലഗേജൊക്കെ എടുത്ത് ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങിയിട്ടോ. അങ്ങനെ നമ്മൾ അടുത്തത് പോണത് ഉടുപ്പിയിലേക്കാണ്, ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്ക്. അവിടെ നിന്ന് അധികം ദൂരമില്ല, കുറച്ച് ദൂരമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ വരുമ്പോൾ തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെയും കൂടെയും കയറണമെന്ന്. അങ്ങനെ ആ അമ്പലത്തിൻ്റെ ഉള്ളിലേക്കൊക്കെ ഇറങ്ങാനുള്ള വഴിയാണ് കേട്ടോ. ഭയങ്കരമായിട്ട് ചുറ്റി ഇങ്ങനെ ഉള്ളിലേക്കൊക്കെ പോയിട്ടാണ് നമ്മൾ എത്തി തൊഴുക. പിന്നെ തൊഴുത് കഴിഞ്ഞിട്ട് ഇറങ്ങണതും വേറൊരു വഴിക്കാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിക്കഴിയുമ്പോൾ തന്നെ അവിടെ തന്നെ ഗോശാലയുണ്ട്. അപ്പോൾ നമുക്ക് അതും കൂടെയും കണ്ടിട്ട് പോവാട്ടോ. അങ്ങനെ ആ ഗോശാലയിൽ കയറി. ഇവിടെ ഒരുപാട് പശുക്കളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മളതൊക്കെ കണ്ട് തിരിച്ച് ഇറങ്ങിയിട്ടോ. പിന്നെ അവിടെ കുറേ ഷോപ്പും കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ആവശ്യമുള്ള 1-2 സാധനങ്ങളൊക്കെ നമ്മൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ വാങ്ങും. അങ്ങനെ ഞാനൊരു ഫ്രിഡ്ജ് മാഗ്നറ്റും പിന്നെ ഒരു ചെറിയൊരു കുട്ടി ശ്രീകൃഷ്ണൻ്റെ ഞാൻ 2 എണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ അതൊക്കെ വാങ്ങി നമ്മളവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയേക്കാണ് കേട്ടോ. അപ്പോൾ ലഞ്ചിന് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഹോട്ടൽ നമുക്ക് കിട്ടി. അവിടുന്ന് കയറി. അങ്ങനെ നമ്മൾ ഒരു 1.5 ദിവസമൊക്കെ നമ്മൾ നോൺ വെജ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നോൺ വെജ് തന്നെ ഓർഡർ ചെയ്ത് അങ്ങനെ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ തിരിച്ച് നേരെ വീട്ടിലേക്കാണ് കേട്ടോ പോണേ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ചെറിയൊരു ബർത്ത്ഡേ കേക്ക് കട്ടിങ്ങും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തതിന് ശേഷം തിരിച്ചു പോവാണ് കേട്ടോ. പോണ വഴി നമ്മൾ ഡിമാർട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡിമാർട്ടിലൊന്ന് കയറി അവിടെ നിന്ന് 1-2 സാധനങ്ങൾ വാങ്ങി. ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, മറന്നുപോയി. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോവാണ്. പോണ വഴിക്ക് നമ്മളൊരു കണ്ണൂരൊക്കെ എത്തിയപ്പോഴത്തേനും ഡിന്നർ കഴിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഡിന്നറൊക്കെ കഴിച്ച് നമ്മൾ ഒരു പാട്ട് പരിപാടിയൊക്കെ നടത്തിയതിന് ശേഷമാണ് തിരിച്ചു പോയത്. അപ്പോൾ അത്രയേ ഉള്ളൂ. വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വ്ളോഗ് ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ ബൈ.